കുറേ ദിവസം കൊണ്ട് ഈ സാധനം മേടിക്കണം എന്ന് വിചാരിക്കുവാണ്. പക്ഷേ കണ്ടില്ലായിരുന്നു. ഇന്ന് ഞാൻ മോനിക്കുട്ടനാണെങ്കിൽ കുഞ്ഞു കാർ വേണമെന്ന് വിളിച്ചു പറഞ്ഞ്. ഞാൻ പറഞ്ഞ് കളിപ്പാട്ടം ഒന്നും മേടിക്കത്തില്ലെന്ന്. അപ്പോൾ കുഞ്ഞത് മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു കുഞ്ഞു കാർ മേടിച്ച്. അതെടുക്കാൻ അങ്ങോട്ട് പോയപ്പോൾ ഇത് കണ്ടു. അപ്പം ഇതൊന്ന് വാങ്ങിച്ചു. കാരണം നമ്മുടെ എന്താ പറയുന്നത്, ആ മോപ്പ് നേരത്തെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അങ്ങോട്ട് ഓൺലൈനിൽ മേടിച്ച ഒരു മോപ്പുണ്ട്. അതാണെങ്കിൽ എനിക്ക് നല്ലതായിരുന്നു. പക്ഷേ ഇപ്പം അതിങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കറങ്ങത്തില്ല. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കറക്കിയൊക്കെ എടുക്കുന്ന മോഡലുണ്ടല്ലോ, അതിപ്പോൾ കറങ്ങത്തില്ല. അത് മറ്റേ ചേച്ചി വരുമ്പോൾ ചേച്ചിക്ക് അത് വെച്ച് പാടാം. അല്ലാതെ തുടയ്ക്കുവാണ് ഇപ്പം ചെയ്യുന്നത്. കുറേ നാളുകൊണ്ട് വിചാരിക്കും ഇതാകുമ്പോൾ നമുക്ക് തറ തുടച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞ് കളയാൻ പറ്റും എന്ന് പറയുന്നത്. മേടിച്ചതാ കേട്ടോ. രാവിലെ ഇന്ന് താമസിച്ചാൽ പോയത്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, നമ്മളിവിടെ ഒരു ചെറിയൊരു പണി തുടങ്ങുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൾക്കാർ വന്ന് ഷീറ്റ് ഇട്ടിട്ട് പോയി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. തുടക്കമാണ്. നാളെ ബാക്കി പണികളൊക്കെ ഇനി ഉണ്ട്, കുറേ പണികൾ ഇനി ഉണ്ട്. ഇന്നത്തെ പണി കാണിച്ചു തരാം. മോനിക്കുട്ടനെ വന്നപ്പോഴേ ട്യൂഷന് കൊണ്ടുവിട്ട്. മഴയായതുകൊണ്ട് മോനിക്കുട്ടൻ പോയില്ലായിരുന്നേ. ഒരു ലൈറ്റ് കൂടെ കൊണ്ടിട്ടെ കൊണ്ടുവിട്ടു. ഇനി ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ മുറ്റത്ത് ഇതുപോലെ ഷീറ്റ് ഇട്ട് കണ്ടു. കുഞ്ഞു ഷെഡാണ്. ഇവിടെ വരെ ഇട്ടു. കണ്ടു. ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ ഓരോ ദിവസം ഞാൻ കാണിക്കാവേ. നമ്മളിവിടെ ഒരു നെസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ സ്പേസിൽ ഇരിക്കുന്ന കുറേ സാധനങ്ങളെല്ലാം നമ്മൾ അതിനകത്താക്കും. അപ്പോൾ അതിനകത്താക്കുമ്പോൾ നമ്മളത് ക്ലോസ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് റബ്ബറാണ്, കണ്ടിട്ടില്ലേ. അപ്പോൾ അതിനകത്ത് അവിടെ ഒന്നും ആളും വീടും ഒന്നുമില്ല. കുറേ ദൂരെയാണ് ഒരു വീടുള്ളത്. പിന്നെ നമുക്ക് ഈ സൈഡിലൊക്കെ വീടുണ്ട്, തൊട്ട് മുകളിലൊക്കെ വീടുണ്ട്, തൊട്ട് താഴെയും വീടുണ്ട്. പക്ഷെ ആ സൈഡിലോട്ട് വീടില്ല, കുറച്ച് ദൂരെയാണ് വീട്. അപ്പം അത് ക്ലോസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അത്ര സേഫായിട്ട് അവിടെ വെച്ചിട്ടൊന്നും പോകാൻ പറ്റത്തില്ല. കുറേ സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, വേണുന്നതും വേണ്ടാത്തതും ഒക്കെ ഉണ്ട്. വേണുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്നൊന്നും എനിക്കത്ര തിട്ടമൊന്നുമില്ല. അപ്പം ഞാനിത് അതുപോലെ എടുത്ത് നമുക്ക് അവിടെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇവിടെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അത് ക്ലോസ് ചെയ്യണം. അത് ചെറിയ നമ്മുടെ തിക്നെസ് കുറവുള്ള നെറ്റ് അടിച്ച് ക്ലോസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിൽ ഒതുങ്ങുവാണെങ്കിലേ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ഇടും. വേറെ എന്താ, ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കണ്ടില്ല കേട്ടോ, കണ്ടില്ല. പിന്നെന്താ വേറെ വിശേഷം? മഴയായിരുന്നു, ഇരുട്ടുമായിരുന്നു. അതുകൊണ്ട് മോനിക്കുട്ടൻ പോവാഞ്ഞത്. എന്നെ വിളിച്ച് ചോദിച്ചു പോകണോ വേണ്ടയോ. ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് കൊണ്ടുവിടാം. അതുകൊണ്ട് ഇന്ന് ജാനിക്കുട്ടിയുടെയും കുഞ്ഞിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയില്ല. അപ്പോൾ ഞാൻ പോയി കുളിച്ച് ജലിച്ചിട്ടൊക്കെ വരാം. ചിക്കൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ചിക്കനും ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. എഴുന്നേറ്റപ്പോൾ ഒരു നേരമായി പോയി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനിങ്ങനെ ഞാൻ കിടക്കുന്ന കട്ടിലേൽ ഇരുന്നിട്ടാണ് ഞാൻ പായ്ക്ക് ചെയ്യുന്നതും അഡ്രസ്സ് എഴുതുന്നതും എല്ലാമേ. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പുറത്തെല്ലാം ഭയങ്കര വേദനയാട്ടോ. ഈ എല്ലില്ലേ, ആ എല്ലിന് ഭയങ്കര വേദന. ഇരുന്നിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പോയിട്ട് എനിക്ക് ഇരിക്കാൻ വയ്യായിരുന്നു. ഞാൻ പിന്നെ ഒരു പെയിൻ കില്ലറിൻ്റെ ഒരു സ്പ്രേ മേടിച്ച് അത് അങ്ങനെ അടിച്ച് 2-3 തവണ ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴും ഉണ്ട് വേദന, എന്തായാലും രാവിലത്തെ അത്ര ഇല്ല. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ പെടലി കുനിച്ചിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അത്യാവശ്യം കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വേറെ എന്താ, ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ഞാൻ ചിക്കൻ എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തണുപ്പൊക്കെ മാറുമ്പോൾ അതിന് മുമ്പേ നമുക്ക് കുറച്ച് ജോലികളുണ്ട്. മോനിക്കുട്ടനെ വിളിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. അതൊക്കെ ചെയ്ത് തീർത്ത് ചിക്കനും റോസ്റ്റ് ചെയ്യണോ കറി വെക്കണോ, നാളെ ചപ്പാത്തി ഉണ്ടാക്കാനും നോക്കാം. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ച വേറെ കൂട്ടാനൊന്നും വെക്കുന്നില്ല. എനിക്ക് വയ്യ, ഇനി വയ്യ 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 വേദനയാണ് എൻ്റെ പ്രിയങ്ങളെ. എൻ്റെ പെടലിക്ക് വേദനയാണ് കേട്ടോ.
ഇങ്ങനെ കുനിഞ്ഞിരുന്നിരുന്ന വേദനയാണ്. അപ്പോൾ പിന്നെ വീഡിയോക്കകത്ത് സൗണ്ട് കുറയണമെന്ന് അറിയത്തില്ല. ഇന്നിപ്പം ഇച്ചിരി സൗണ്ട് കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. മൈക്ക് വെച്ച് എപ്പോഴും സംസാരിക്കാൻ എനിക്ക് എന്തോ പോലെ. നമുക്ക് ആ ഷോർട്സിൻ്റെ കുറച്ച് സമയത്തേക്ക് മൈക്ക് ഉപയോഗിക്കാറുണ്ട്. ഇനി നോക്കട്ടെ, ഓർക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി മൈക്ക് എടുത്ത് വെച്ച് സംസാരിക്കാം കേട്ടോ. ചില വീഡിയോസിലൊക്കെ ഓരോരുത്തരും പറഞ്ഞായിരുന്നു സൗണ്ട് ഇല്ല, അതുകൊണ്ട് ഞാൻ ചെവിയോട് അടുപ്പിച്ച് വെച്ചാൽ കേട്ടത്, വീഡിയോ കണ്ടില്ല എന്നൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ നമുക്ക് പരിഹരിക്കാം. ഞാൻ ഓർക്കത്തില്ല മൈക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ എൻ്റെ ജോലിയിലേക്ക് കടക്കട്ടെ. അടുത്ത അംഗത്തിന് തുടക്കം കുറിക്കട്ടെ കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ന് എനിക്കത് പറയണം, ഇന്നലെ പറയണമെന്ന് വിചാരിച്ചാണ്. ഞാൻ RCC പോയപ്പം സാന്ദ്ര എന്ന് പറയുന്നൊരു മോളനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം സാന്ദ്രയുടെ ഒരു കൂട്ടുകാരിയുണ്ട്, നന്ദന നേഴ്സാണ്. അപ്പം നന്ദനക്കുട്ടി എന്നെ വിളിച്ചു. നമ്മുടെ നെസ്റ്റിലെ നമ്പറിൽ മെസ്സേജ് ഇട്ടു. ഭയങ്കര ഇഷ്ടമാണ് അമ്മക്കിളി എന്ന് പറഞ്ഞ് മെസ്സേജൊക്കെ ഇട്ടു. പിന്നെ ഞാനും റിപ്ലൈ ഒക്കെ ചെയ്ത്. അപ്പം നന്ദനക്കുട്ടി UK പോവാണ്, ഹസ്ബൻഡ് അവിടെയാണ്. അപ്പം എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാം ജീവിതം നല്ല സക്സസ്ഫുൾ ആവട്ടെ, നല്ല ഹാപ്പിനെസ് ആയിട്ട് ജീവിക്കാൻ ഇടവരട്ടെ, പ്രാർത്ഥനകൾ എന്നും. നന്ദനയ്ക്കും ആരോമലിനും കേട്ടോ. ആരോമൽ എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. നല്ല പേരല്ലേ, ഒരു ഓമനത്തോള്ള പേരല്ലേ. അപ്പോൾ അവർക്ക് നല്ല സമാധാനമുള്ള ജീവിതം ദൈവം കൊടുക്കട്ടെ, പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ പറയണമെന്ന് കഴിഞ്ഞ ദിവസം വിചാരിച്ചതാണ്, പറയാൻ മറന്നുപോയി. അതാണ് ഇന്ന് പറഞ്ഞത്. നന്ദനക്കുട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഞാൻ അടുത്ത പണി ചെയ്യട്ടെ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ അടുത്ത വെക്കാം എന്ന് വിചാരിച്ചു. ഇന്ന് ചെറിയ ഒരു റോസ്റ്റ് പോലെ ആക്കി എടുക്കാം, അതല്ലേ നല്ലത്. നോക്കട്ടെ. ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചു. ഇനി നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ചിക്കന്. പിന്നെ വേണമെങ്കിൽ നാളെ ചപ്പാത്തിയുടെ കൂടെ നമുക്കത് കറിയാം. എങ്ങനെയുണ്ട്? വെളി ഭയങ്കര മഴയാണ്. ഞാൻ കതവ് തുറന്നു കിടക്കും. അതെ, ഇതിനകത്ത് ഭയങ്കര ചൂട്, അതുകൊണ്ട് ഞാൻ തുറന്നിട്ടേക്കുവാ കേട്ടോ. അതാണ് ഞാൻ മൈക്കൊക്കെ എടുത്ത് കുത്തിയത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്ക് കേൾക്കത്തില്ലേ. ഒരു കുഞ്ഞി തേങ്ങ, ഇത്തിരിയും തേങ്ങ ഉള്ളൂ, കുടിക്കട്ടെ അല്ലേ. ഈ തേങ്ങാക്കൊത്ത് മുഴുവൻ മോനുക്കുട്ടൻ എനിക്ക് എടുത്തു തരും. അവനും ഇഷ്ടമല്ല, മുട്ടിനും ഇഷ്ടമല്ല തേങ്ങാക്കൊത്ത് ഇടുന്നത്. പക്ഷേ ചിക്കനകത്തെ ബീഫിനകത്തേക്ക് തേങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് തേങ്ങാക്കൊത്ത് ഇടും. ആ ഷീറ്റിന്റെ പുറത്ത് വെള്ളം വീണ് ഭയങ്കര സൗണ്ടാണ്ടോ. അടിപൊളി ഒരു മഴ കഴിഞ്ഞു. മഴ ഒന്ന് തോർന്നു, പക്ഷേ മോൻകുട്ടിനെ വിളിക്കാൻ സമയമായില്ല. കഴിഞ്ഞ ദിവസം ഞാൻ സവാള മേടിച്ചപ്പോൾ സവാളക്ക് 1 കിലോയ്ക്ക് 70 രൂപയായിരുന്നു. അപ്പം വേറൊരാൾ സാധനം ഇങ്ങനെ സവാള മേടിച്ചിട്ട് എന്തോ വിലയാന്നൊക്കെ ചോദിച്ചപ്പം ആ കടയിലെ പുള്ളിക്കാരൻ പറഞ്ഞു ഇന്നൂടെ ഉള്ളു 70, പിന്നെ അങ്ങ് കൂടും എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പിറ്റേ ദിവസം 80 രൂപയായി. പിന്നെ അതിൽ പിന്നെ ഞാൻ വാങ്ങിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ഇന്ന് ഇതെടുത്തത് കൊണ്ട് സവാള തീരാറായി. 1 കിലോ എങ്ങാണ്ടേ വാങ്ങിച്ചുള്ളൂ അന്ന്. അതിന്റെ കൂട്ടത്തിൽ ഒരു 2-3 എണ്ണം കേടായിപ്പോയി. അപ്പം
ഇനിയിപ്പൊ എന്തോ വിലയാണോ അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ ഇതിനകത്ത് കുറച്ച് സവാള എടുത്തുള്ളൂ. ഒരു സവാളയും കൂടെ ഒക്കെ ഞാൻ ചേർക്കുന്നതാണ് ഇന്ന്. പക്ഷെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ഇച്ചിരി ചിക്കൻ മസാല. മോനിക്കുട്ടന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല ജലദോഷമൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഉപ്പുവെള്ളമൊക്കെ കൊണ്ടു, വിക്സൊക്കെ തൂത്തു. എന്തായാലും അത് ഇച്ചിരി മാറ്റമുണ്ട്. ഞാൻ അങ്ങനെ അവന് ജലദോഷം വന്നു കഴിഞ്ഞാൽ പനി ഉറപ്പാണ്. പനി വന്നാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചുമയാകുവേ. ഭയങ്കര ചുമ വരും അങ്ങ്. അതെനിക്ക് ചുമ വരുന്നത് എനിക്ക് ഭയങ്കര പേടി. വേവട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ചിരിപ്പുണ്ട്. മോനിക്കുട്ടിനെ വിളിക്കാൻ പോയി. ഞാനിത് ഓണാക്കി ഇത് അടച്ചു വെച്ചിട്ട് അങ്ങോട്ട് പോയത്. അത് ഞാൻ വണ്ടി കൊണ്ടുവച്ചിട്ട് ഓടി ഇനി പോരും. അമ്മമ്മ മോനോട് ഇപ്പൊ വരും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വരുമ്പോഴത്തേക്ക് ഇത് കരിഞ്ഞാലോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ജോലിയൊക്കെ ചെയ്തു. എൻ്റെ പ്രിയങ്ങളൊക്കെ എത്ര പേരാ ടോപ്പ് കളക്ഷൻസ് കുർത്തീസൊന്നും കൊണ്ടുവരുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് അടിപൊളി ഓർഡർ കൊടുത്തിട്ടുണ്ട്. വരുമ്പോ എല്ലാരും മേടിച്ചോണം. ക്രിസ്മസ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. റെഡും വൈറ്റും നമുക്ക് പൊളിക്കണം. അതൊക്കെ വരും. ചൂടാ. ഞാൻ തന്നെ രുചി നോക്കി ഞാൻ തന്നെ പേഷ് എന്ന് പറയാം. അമ്മമ്മ മോനും കൂടി വരുന്നുണ്ടേ. വരുന്നുണ്ട് എന്നോട് ചോദിക്കും, ഒരു സാധനം ചോദിക്കും ഇപ്പോഴേ. എന്തോ 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 കാറ കണ്ണടക്കി കണ്ണടച്ചോ? ഒരെണ്ണേ ഉള്ളായിരുന്നു അതേലെ, പിന്നെ എല്ലാം വലിയതായിരുന്നു. ആ കൈ പൊള്ളും, അവിടുന്ന് മാറി നിൽക്കും. വലിയതൊക്കെ ഉണ്ടായിരുന്നു. നോക്കാം. അവിടെ കുറവാ ഇപ്പൊ വണ്ടിയൊക്കെ. ഇനി അവിടെ പോയി ലൈറ്റ് ഫാൻ ഇട്ടേക്കുന്ന എന്തോന്? ഞാൻ വന്നപ്പോഴും അവിടെ ഫാൻ ഇട്ടേക്കുമായിരുന്നു. കഴിക്കുന്നില്ലയോ? ഞാൻ കഴിക്കാൻ പോയി, എനിക്ക് വിശക്കുന്നു. 8 മണി കഴിഞ്ഞു. ഈ ടിവിയുടെ റിമോട്ട് എന്തിയേ? ഈ ടിവിയുടെ റിമോട്ട് നോക്കിയെടുക്ക്. ടി വി വെക്കുന്നവർക്ക് അറിയത്തില്ലയോ ടിവിയുടെ റിമോട്ട് എവിടെ വെച്ചേക്കുന്നതെന്ന്? ആ അച്ചാച്ചൻ അവിടെ നിന്ന് ടി വി കാണും ഇവിടുത്തെ.
അങ്ങോട്ട് ഓടിപ്പിച്ച് വെച്ചിരിക്കും. ഞാൻ എടുക്കാൻ പണ്ട് ഞാൻ ഇതിപ്പോ ചിലരുടെ പണിഞ്ഞു വരുന്നത് പിന്നെ ഓടിപ്പിച്ച് വെച്ചു. ഞാൻ എനിക്ക് പാടുണ്ട് എന്നെ കണ്ടുപിടിച്ച് വെച്ചേ. ചിക്കൻ്റെ കളി ചിക്കൻ്റെ കളി ചിക്കൻ്റെ കളി കപ്പല്ലേ കളി ചിക്കൻ്റെ കളി ചിക്കൻ്റെ കളി ചിക്കൻ്റെ കളി ചിക്കൻ്റെ കളി ചിക്കൻ്റെ കളി. എനിക്ക് അമ്മമ്മക്ക് പ്ലേറ്റ് എടുത്ത് കൊടുക്കും. മോനെ ഇഷ്ടപ്പെടത്തില്ല. വെന്ത് പോയിട്ടാണ് എന്തില്ല പനിയാണോ? നോക്ക് വേണമെങ്കിൽ എടുക്കണം. നല്ല ചോറ് അതുപോലെ നല്ല കട്ടി കട്ടിയ ചിക്കൻ്റെ കളി ചിക്കൻ്റെ പാൽ ഓ അതിന്റെ കൈ ഞാൻ ഓഫ് ആക്കും. പച്ചടി വേണം. വേണ്ട. അമ്മുമ്മ 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 അമ്മ അമ്മുമ്മ അമ്മുമ്മ. ഇച്ചിരി നാരങ്ങ മേടിച്ചു നാരങ്ങ എടുക്കാം. ഇനി നമുക്ക് ചോറുണ്ണ. ചോറ്, ചിക്കൻ, നമ്മുടെ പച്ചടി, ഇതാണ് നമ്മുടെ ഇന്നത്തെ ആഹാരം കേട്ടോ. നമ്മുടെ ചിക്കൻ ഇച്ചിരി ഗ്രേവിയൊക്കെ ഉണ്ട്, കാരണം നമ്മൾ നാളെ ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഗ്രേവിയും കൂടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ചോറിന് അധികം ഗ്രേവിയൊന്നും വേണ്ട, കുറച്ച് മതി. മഴയൊക്കെ തോർന്നു, രാത്രി പെയ്യോ എന്നറിയത്തില്ല. എന്തായാലും സന്ധ്യയ്ക്കുള്ള വലിയ മഴയോടെ ദേഹമൊക്കെ തണുത്തു, കുളിരായി. അപ്പോൾ എൻ്റെ പ്രിയങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരോടും സ്നേഹവും സന്തോഷം അറിയിച്ചുകൊണ്ട് പതിവ് പോലെ എല്ലാവരോടും ടാറ്റാ. ഓക്കെ, ബൈ, സി യു. നാളെ കാണാട്ടോ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.